പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു 10 മൈലേജ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ കംഫർട്ട് ആയിരിക്കും വണ്ടി അല്ലേ, ഓട്ടം കുറഞ്ഞവർക്ക് ഉപയോഗിക്കാം. അതായത് അലോയ് വീൽസ് ഉണ്ടാവില്ല, ബാക്കി ഒരു ഫുൾ ഓപ്ഷൻ വേണ്ട എല്ലാ സാധനവും ഉണ്ടാവും അല്ലേ. സ്ക്രീൻ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, സീറ്റ് കവർ നല്ല ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവട്ടെ. 150 പോയിട്ട് വണ്ടി ഇപ്പൊ ഇന്ന് വന്നുള്ളൂ, ഒന്ന് പോളിഷ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതാവുമ്പോ 2019 ഡീസൽ. ഈ ഡീസൽ ശരിക്കും പ്രോപ്പർ ആയിട്ട് എന്ത് 16 മൈലേജ്. പ്ലസ് അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് CNG ചെയ്തിട്ടുണ്ട് കേട്ടോ. CNG ഉണ്ടല്ലേ. 80,000 രൂപ കൊടുത്ത് പുറത്തും ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റൂട്ടോ. IMT ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലെ, ഗിയർ ക്ലച്ച് ഇല്ലാണ്ട് ഗിയർ ഒക്കെ ഇട്ട് രസമായിട്ട് പോവാ. നമ്മുടെ ബ്രോസ് യൂസിയാർസിലെ 2ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ രേഖ ഫുള്ള് വലിയ വണ്ടികളാണ്. അതായത് വലിയ വണ്ടി എന്ന് പറയുമ്പോൾ ലേശം ബഡ്ജറ്റും അതിനനുസരിച്ച് കൂടുന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ വലിയ ബഡ്ജറ്റ് ഇല്ലാത്തതും ഉണ്ടല്ലേ, മോഡൽ കൂടിയ നല്ല മോഡൽ വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും കുറച്ച് കൊടുക്കൂലേ ലാസ്റ്റ് റേറ്റ് അല്ലേ. അതായത് നെഗോസിയേഷൻസ് ഒന്നും ഇല്ലാത്ത ഫൈനൽ പ്രൈസ് ആയിരിക്കും വീഡിയോയിൽ പറയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ കുറേ ചെറിയ വണ്ടികളുണ്ട്, അതിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തൊരു കയറി കണ്ടോളൂ. അതുപോലെ തന്നെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഇത് ഗുരുവായൂരും മമ്മിയൂര് LF കോളേജ് ഉണ്ട് അവിടെ, അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് ഉണ്ട്, അതിന്റെ തൊട്ടടുത്ത് നമ്മുടെ ഷോറൂം അല്ല. LF കോളേജ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജാ? അതെ. ഡിഗ്രി എല്ലാം ഉണ്ടാവും അല്ലേ, നല്ല രസമായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും കുറച്ച് വണ്ടിയെല്ലാം കാണിച്ചാലോ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്തോട്ടോ, എല്ലാവരും കണ്ടോട്ടെ. പിന്നെ ഫസ്റ്റ് വണ്ടി MG തന്നെ പറഞ്ഞുതരാം കേട്ടോ. നല്ല കിഡിലിനൊരു റെഡ് കളർ വണ്ടി തന്നെ ആയിക്കോട്ടെ. ഇത് പെട്രോൾ ആണെന്ന് മാത്രം പറയരുത്, പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു 10 മൈലേജ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ കംഫർട്ട് ആയിരിക്കും വണ്ടി അല്ലേ, ഓട്ടം കുറഞ്ഞവർക്ക് ഉപയോഗിക്കാം. നല്ല ഓട്ടം ഉള്ളവർ ഇത് എടുത്തിട്ട് കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ 10 കിലോമീറ്റർ മൈലേജ് ഒന്നും വെച്ചിട്ട് എന്തായാലും ഇത് കൊണ്ടുനടക്കാൻ ആവില്ല. ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകാൻ വേറൊരു വണ്ടി ഓൾറെഡി ഉണ്ട്, ഒരു വലിയ വണ്ടി വേണം അല്ലേ, അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് സാധനമാണ് ഇത്. ഫുൾ ഓപ്ഷൻ ഷാർപ്പാണ് അല്ലേ. പിന്നെന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യൻ ബ്രാൻഡിലും ഇത്രയധികം ഫീച്ചർ കൊടുക്കാൻ നമുക്ക് കാണിച്ചു തന്ന വണ്ടിയാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ വന്നതിന് ശേഷം കേട്ടോ നമ്മുടെ സാധാ മാരുതിയിൽ വരെ ഒരു സ്ക്രീൻ കണ്ടു തുടങ്ങിയത് അല്ലേ. സത്യല്ലേ, നിങ്ങൾ കിയയും ഇതൊക്കെ തന്നെയാണ് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്, ഇത്രയും ഫീച്ചർ. അതെ. ഇത് പാനോറമിക് സൺറൂഫ്, അലോയ് വീൽസ്, എല്ലാ സാധനവും. ഓട്ടം 49,000 കിലോമീറ്റർ ഓട്ടം, ഷാർപ്പാണ്, ഫുൾ ഓപ്ഷൻ ആണ്. അന്ന് ഇറങ്ങുമ്പോ 24 ലക്ഷം രൂപ വരെയുള്ള വണ്ടിയാണ്. എത്രയ്ക്ക് കൊടുക്കാം? ഇപ്പൊ നമുക്കൊരു 13,75 കൊടുക്കാം. അത്രയും കൊടുക്കാം അല്ലേ, ഏകദേശം ഒരു ഇരട്ടീന്റെ അടുത്ത് ഫുൾ ലോണും കിട്ടും. 13 ലക്ഷം നമ്പർ കണ്ടില്ലേ? അതെ, നമ്പർ 1000 കേട്ടോ. 748 1000 എന്നാണ് ഫാൻസി നമ്പർ ആണ്, അതും കാശ് കൊടുത്ത് വാങ്ങിയതാട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, നല്ല അടിപൊളി ഒരു MG ഏറ്റവും ഫുൾ ഓപ്ഷൻ വലിയ വണ്ടി. 5 സീറ്റർ ആട്ടോ, 7 സീറ്റർ അല്ലേ. ഇനി ഇതാണെങ്കിലൊക്കെ ഇതാവുമ്പോ 2019 ഡീസൽ. ഈ ഡീസൽ ശരിക്കും പ്രോപ്പർ ആയിട്ട് എന്ത് 16 മൈലേജ് കിട്ടും. 16 കിട്ടും അല്ലേ, ഹൈവേല് കിട്ടും. അപ്പൊ ഒരു 14 സുഖമായിട്ട് ട്രാഫിക്കിൽ 13-14 എന്തായാലും കിട്ടും. പിന്നെ വേറൊരു കാര്യം പറയാൻ, പെട്രോളിന്റെ അത്ര ഒരു കംഫർട്ട് കുറച്ച് കുറയാൻ സാധ്യത. 2 ലിറ്റർ ആണ്, നല്ല പവർ ഉണ്ടാവും. അതെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും 19 മോഡലിന്റെ, അതായത് 19/9/19 അതാണ് ഇതിന്റെ ഡെലിവറി വരുന്നത്. അതുപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ശരിക്കും മാറ്റി ചെയ്താണ് അല്ലേ. ഇന്ത്യയിലെ ഒരു സീറ്റ് കവർ ചെയ്തിട്ടുള്ളതാണ്. അതെ. നല്ല രസമുണ്ട് കേട്ടോ, വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ടോപ്പിന്റെ തൊട്ട് താഴെയാണ് സ്റ്റൈലാണ് ഇതിന്റെ വേരിയന്റ് വരുന്നത്. പക്ഷെ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ല. കീലസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല അല്ലേ. ഓക്കെ, അങ്ങനെ കുറച്ച്. അതേപോലെ പാനോറമിക് സൺറൂഫും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് കുറവ് വരുന്നത്. എന്തായാലും ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല കേട്ടോ. പിന്നെ ഡീസൽ വണ്ടി വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇത് നമുക്ക് ഓട്ടം എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇത് ഓട്ടം 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24,000 അത്ര ഓടിയിട്ടുള്ളൂ. പെട്രോളിനെക്കാളും കുറച്ച് ഓടിയിട്ടുള്ളൂ ഡീസൽ. അതെ. വില നമുക്ക് 12,75 കൊടുക്കാം. 12,75 ലോ കിലോമീറ്റർ. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഡീസലിന് പെട്രോളിനെക്കാളും വില വന്നിട്ടില്ല അന്ന്. അതെ, ഏകദേശം 21 ലക്ഷം രൂപ. 21 അല്ലേ, അത് ടോപ്പ് എൻഡ് ആണ്. ഡീസലും പെട്രോളും വരുമ്പോൾ ആ ഒരു മാറ്റത്തിൽ ഏകദേശം സെയിം ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കിക്കോളൂ. ഡീസൽ വണ്ടി 12,75 അല്ലേ, 12 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 10,75,000 രൂപ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. ഈ പറയുന്ന ഒരു വിലകളും നെഗോഷ്യബിൾ അല്ല, ഫൈനൽ പ്രൈസ് ആണ്. നല്ലൊരു ബ്രസയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് VXi+ ആണെന്ന് തോന്നുന്നു അല്ലേ.
ഇത് VXE ആണ് വേരിയന്റ്. പക്ഷെ ഇതില് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, പ്രൊജക്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് VXE പ്ലസ് എന്നാണ് ആ ഒരു ഓപ്ഷനിലായിട്ട് വരുന്ന വണ്ടി. RC അങ്ങനെ കാണിച്ചിട്ടുള്ളത്. അതെ അല്ലേ? ഓക്കെ. എല്ലാത്തിലും ബാക്കിയുള്ളതൊക്കെ കാണാറുള്ളത് അങ്ങനെയാണ്. അതായത് അലോയ് വീൽസ് ഉണ്ടാവില്ല, ബാക്കി ഒരു ഫുൾ ഓപ്ഷൻ വേണ്ട എല്ലാ സാധനവും ഉണ്ടാവും അല്ലേ? സ്ക്രീൻ ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. സീറ്റ് കവർ നല്ല ചെയ്തിട്ടുണ്ട്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇത് മോഡൽ ഏതായിരുന്നു? 2021 30,000 ഓടി വണ്ടി. വെറും 30 ഓടി പെട്രോൾ ആണ് കേട്ടോ. 27/2021 ആണ്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല ഒരു പ്രൊജക്ടർ ഒക്കെ വരുന്നുണ്ട് അല്ലേ? രസമുണ്ട് കാണാൻ. നമ്മുടെ ആ ഒരു പിന്നെ മറ്റേ ഇതില്ലേ ടൊയോട്ടോന്റെ അതിലെ ഹെഡ്ലൈറ്റ് പോലെ ഉണ്ട്. ഇതിന്റെ പഴയ വണ്ടികളൊക്കെ ഒരു ഹെഡ്ലൈറ്റ് ഒരു രസമില്ലായിരുന്നു, ഓപ്പൺ ആയതുകൊണ്ട്. നല്ല പ്രീമിയം സാധനമായിട്ടുണ്ട് കേട്ടോ. ഇത് എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 8,40,000 രൂപ കൊടുക്കാം. 21 വണ്ടിയാണ് കേട്ടോ. 8,40,000 രൂപ. ലോ കിലോമീറ്റർ പെട്രോൾ വണ്ടി, മാനുവൽ, ഒരു അപാകതയില്ല, ഒന്നുമില്ല. ഗ്യാരണ്ടി ഒന്നും കൊടുക്കും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലേ? ഒരു കംപ്ലൈന്റ് വരില്ല അടുത്ത 2 കൊല്ലത്തേക്കൊന്നും, കാരണം പെട്രോൾ വണ്ടിയല്ലേ. പിന്നെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇനി ഈ ക്രെറ്റ ആണെങ്കിലോ? ഇത് 2018 മോഡല്. ഡീസലാ? പെട്രോള്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആയിരിക്കും അല്ലേ? അല്ല, ഫുൾ അല്ല, മിഡിലാണ്. ഇ പ്ലസ് എന്ന് പറയുമ്പോൾ ബേസ് അല്ലേ? ബേസിന്റെ തൊട്ട് ബേസ് ആണ്. പക്ഷേ വേറൊരു കാര്യം, സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ വിൻഡോ, എല്ലാ സാധനവും ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് മോഡൽ ഏതാ പറഞ്ഞത്? 2018 ഫസ്റ്റ് ന്യൂ ഷേപ്പ് വണ്ടി കേട്ടോ. ഈ ഹെഡ്ലൈറ്റ് മാറിയതായിരിക്കും അല്ലേ? ഹെഡ്ലൈറ്റ് മാറിയല്ല, പ്ലസിൽ ഇത് വരില്ല. ഇതിൽ വരുമോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോ പറയാൻ പറ്റില്ല, മാറിയതൊക്കെ ആയിരിക്കാം. അല്ല, റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഇനിയിപ്പോ വല്ല ഓപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് അതും അറിയില്ല. കുറെ സാധനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ അലോയ് വീല് ചെയ്തിട്ടുണ്ട്. 4 ടയർ, പുത്തൻ ടയർ തന്നെ പറയാം അല്ലേ? 32,000 കിലോമീറ്റർ ഓടിയ വണ്ടി. പെട്രോൾ. അതെ, വെറും 32,000 ഓടിയിട്ടുള്ളൂ. വളരെ വളരെ ലോ കിലോമീറ്റർ ആണ്. പിന്നെ വേറൊരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 12 മുതൽ 15 മൈലേജ് പ്രതീക്ഷ മതി അല്ലേ? ഉപയോഗിക്കുന്ന പോലെ ഉണ്ടാവട്ടെ. 150 പോയിട്ട് 15 ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി തരും കേട്ടോ നിങ്ങൾക്ക്. 18 ക്രെറ്റ ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ പെട്രോൾ. എന്താ വില? 8,20 കൊടുക്കാം. 8,20. 18 മോഡൽ ഉണ്ട് കേട്ടോ. 8,20,000 രൂപ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇനി ഇതാണെങ്കിലോ? ഇത് 2019-20 രജിസ്ട്രേഷൻ വണ്ടി. 19-20 എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 19/3/2020 ആണ്. നമ്മുടെ എന്താ പറയാ, നെക്സോൺ എക്സെഡ് പ്ലസ്. അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് CNG ചെയ്തിട്ടുണ്ട് കേട്ടോ. CNG ഉണ്ടല്ലേ? 80,000 രൂപ കൊടുത്ത് പുറത്തും ചെയ്തിട്ടുണ്ട്. RC ചെയ്തിട്ടുണ്ട്. അതെ അല്ലേ? അപ്പൊ എന്തായാലും ഒരു 15 മൈലേജ് കിട്ടും. 18-20 മൈലേജ് ഉണ്ട് CNG-യിൽ. അതെ. പിന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, കുറച്ചും കൂടി നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിക്കാം. പിന്നെ ഇത് പെട്രോളും CNG കൂടി വരുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് കംപ്ലൈന്റും കുറവായിരിക്കും, മൈലേജും കിട്ടും. ഡീസൽ പോലത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല. പിന്നെ പഴയ ഷേപ്പാന്നേ ഉള്ളൂ കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഈ ഷേപ്പിലെ ലാസ്റ്റ് വണ്ടി. ഇത് അലോയ് വീൽസ് ഇല്ല, ടയർ ഭാഗങ്ങൾ മോശമല്ല കേട്ടോ. ഇത് എക്സെഡ് പ്ലസ് ആയിരിക്കും, എക്സെഡ് പ്ലസ് അതല്ലേ? അലോയ് വീൽ ഇല്ലല്ലോ. അലോയ് കമ്പനി അലോയ് വീൽ ഇല്ല, ഇതിന് അലോയ് വീൽ വരുന്നില്ല അല്ലേ? അലോയ് വീലും സൺറൂഫ് വരുന്നില്ല. ഓക്കെ. ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഒന്നുമില്ല. ക്ലീൻ വണ്ടി. 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്താ വില? ഇത് നമുക്ക് 7,500 കൊടുക്കാം. 7,500. അതായത് 2020 വണ്ടിയാണെന്ന് ആലോചിക്കണം കേട്ടോ. 20 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. 7,50,000 രൂപ. കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, ലോ കിലോമീറ്റർ ആണ്, ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. വാറണ്ടി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം കംപ്ലൈൻറ്റ് വന്നാലല്ലേ വാറണ്ടീൻ്റെ ആവശ്യമുള്ളൂ അല്ലേ? ഇനി ഇതാണെങ്കിലോ? ഇത് 2021 കിയ. 21 കിയ. ഇതിന്റെയും എക്സാക്ട് ഡെലിവറി എന്ന് പറയുന്നത് 7/4/21 അല്ലേ? കിയ സോണറ്റ്. പെട്രോളോ ഡീസലോ? പെട്രോൾ IMT അല്ലേ? ഓക്കെ. നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റൂട്ടോ. IMT ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലേ? ഗിയർ ക്ലച്ച് ഇല്ലാണ്ട് ഗിയറൊക്കെ ഇട്ട് അങ്ങനെ രസമായിട്ട് പോവാ. ഇത് ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ, സൺറൂഫ് വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ വില 15-50 വരണം. 15-50 വരും. ഓക്കെ. കിലോസെന്റി ബട്ടൺ സൈഡ് എല്ലാ സാധനം വരില്ലേ? എല്ലാം വരും. ഫുൾ ഓപ്ഷൻസ് വരും. ഓക്കെ. പിന്നെ സൺറൂഫ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. സീറ്റ് കവർ മാറ്റി ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയുണ്ട്. ഇതിന്റെ ഓട്ടം എത്രയായിരുന്നു? 20,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടൂലേ? മൈലേജ് 16-ന്റെ ഉള്ളിൽ. 12 മുതൽ 15 ആ ഒരു റേഞ്ചിൽ അല്ലേ? ഓക്കെ. സാധാ പെട്രോൾ വണ്ടിന്റെ ഒക്കെ ആ സെയിം അവസ്ഥ കേട്ടോ. ടയർ 4 അത്യാവശ്യം 20 ഓടിയ ടയറാ അല്ലേ? 20,000 ഓടിയ കമ്പനി സ്റ്റെപ്പിലൊന്നും ഇറക്കിയിട്ടില്ല. ഒരു 25,000 കൂടി സുഖമായിട്ട് ഓടിക്കാം. എന്തായാലും ഓടിക്കാം അല്ലേ? 45 സുഖമായിട്ട് കിട്ടൂലേ? എന്താ വില വരുന്നത്? നമുക്ക് ലാസ്റ്റ് 10,90 കൊടുക്കാം. 10,90. 2021 വണ്ടിയാന്ന് ആലോചിക്കണം. ഇതെന്ത് പുതിയ എന്ത് വില ഉണ്ടായിരുന്നു? അന്ന് എടുക്കുമ്പോൾ 15 ലക്ഷം ഉണ്ടായിരുന്നു. 15,80 ഉണ്ട് ഇപ്പോൾ. ഏകദേശം 5 ലക്ഷം രൂപ ഡിപ്രീസിയേഷൻ കൊടുക്കാം. അത് വെറും 20,000 ഓടിയപ്പോൾ ആലോചിക്കണം കേട്ടോ. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഈ സ്വിഫ്റ്റ് 2018 മോഡൽ. 18 ആണ്. 18 ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും?
70,000 കിലോമീറ്റർ ഓട്ടം, സിംഗിൾ ഓണർ. VXi അല്ലേ? ഓക്കെ. അലോയ് വീല് സെപ്പറേറ്റ് ചെയ്തതാണ് അല്ലേ? ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബോണറ്റ് മാറിയിട്ടുണ്ട്. ബോണറ്റ് മാത്രമേ ഉള്ളൂ. ബമ്പർ ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. മേജർ ഒന്നല്ല, നിങ്ങൾക്ക് ബോണറ്റ് തുടങ്ങിയിട്ട് ഹിസ്റ്ററി എടുത്തിട്ട് എടുത്താൽ മതി. മേജർ അല്ല. അതെ, ഈ മേജർ അല്ല എന്നുള്ള സംഭവമൊക്കെ ഗ്യാരണ്ടിയോട് തരും കേട്ടോ നിങ്ങൾക്ക്. ബോണറ്റ് തുറന്നാൽ നമുക്ക് ഇതിന്റെ ഈ പാനലിൽ സ്റ്റിക്കർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. പണിയൊന്നും എടുത്തിട്ടില്ല. ഇല്ല. അതെ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ മാറ്റി വെച്ചാലും തട്ടി നിർത്തിയാലൊക്കെ നമുക്ക് കുറെയൊക്കെ മനസ്സിലാവും അല്ലേ? കനം കുറഞ്ഞ തകിടല്ലേ, എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ റീപ്ലേസ് തന്നെ ചെയ്യാൻ നല്ലത്. ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ ആവുമ്പോൾ. അതെ, മോശമല്ലാണ്ട് ഫീച്ചേഴ്സ് തരും, അതുപോലെ തന്നെ മൈലേജ് തരും. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ഇതുമില്ല അല്ലേ? ഇടിച്ചാ പടായിക്കോളൂ, വേറെ ഒന്നുമില്ല. പക്ഷെ പുതിയ വണ്ടി 4 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പുതിയ വണ്ടിയെ 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ കണ്ടറിയാട്ടോ. പക്ഷെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടമാണ് വണ്ടി. മോഡൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ. ഇത് നമുക്ക് എന്ത്, ഇത് 70 പറഞ്ഞ ഓട്ടം? ഓട്ടോമാറ്റിക്, 70,000 കിലോമീറ്റർ ഓട്, സിംഗിൾ ഓണർ. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് വരും കേട്ടോ. എത്രയ്ക്ക് കൊടുക്കാം ഇത്? നമുക്കൊരു 5,85,000 കൊടുക്കാം. 5,85,000. 2018 അല്ലേ? ഓക്കെ. 5 ലക്ഷം രൂപ ലോണും കിട്ടും. അതായത് കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞ നല്ലൊരു വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക്കലി. ഓക്കെ. 5 ലക്ഷം ലോണും കിട്ടും. വളരെ ചെറിയൊരു ബഡ്ജറ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോവാം. സ്വിഫ്റ്റ്. അടുത്തത് സിറ്റി, ഹോണ്ട സിറ്റി. അതെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എന്തായിരുന്നു? സിവിക്ക്. അതിന്റെയൊക്കെ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പുതിയ വെർഷൻ അല്ലേ? പെട്രോൾ അല്ലേ? പെട്രോൾ. മോഡലോ 2020 മോഡല്, ന്യൂ ഷേപ്പ്. അതായത് 20 ലാസ്റ്റ് വണ്ടി. 10/11/2020 ആണ് എക്സാക്ട് ഡെലിവറി. വി ആണല്ലേ? ഓക്കെ. സിംഗിൾ ഓണർ ആണ്. 30,000 ഓട്ടം. അതെ. സെക്കൻഡ് ഓണറാ. ഓക്കെ. ഇത് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ഓണർ, 30,000 കിലോമീറ്റർ അല്ലേ? വണ്ടി എന്താ ഒരു അവസ്ഥ? ക്ലീൻ വണ്ടി. 15,80,000 പുതിയതിന്റെ വില. നമുക്ക് ലാസ്റ്റ് ഒരു 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപ. സീറ്റ് കവർ ചെയ്തില്ല, കമ്പനി സീറ്റാണ്. അതാണ് നല്ലത്. അതെ. ചൂടുണ്ടാവില്ല. പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് കളർ ആയതുകൊണ്ട് ചെളിയാവും പെട്ടെന്ന്. ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തായിട്ടോ. അതിന്റെ സുഖം സീറ്റ് കവർ കിട്ടൂല. അതെ. അതായത് പുറമൊന്നും പൊള്ളാണ്ട് കുറേ ദൂരം ഇരുന്ന് പോവാം. അതായത് ഇത് വി ആണെങ്കിലും അലോയ് വീൽ ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്ടർ, ഹെഡ്ലാമ്പും എല്ലാ സാധനം വരും അല്ലേ? നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷം ലോൺ കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം. ഒന്നും വേണ്ട. ഓക്കെ. ഫുൾ ലോണിൽ നിങ്ങൾക്കൊരു ഹോണ്ട സിറ്റി വേണമെങ്കിൽ ഇത് നോക്കിക്കോളൂ. ക്ലീൻ പീസ് വണ്ടിയാണ്. അതുപോലെ തന്നെ ടയറും അത്യാവശ്യം മോശമില്ലാണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നല്ല നല്ല വണ്ടികളൊക്കെ കാണുമ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ വേഗം നോക്കിയാൽ നല്ല വണ്ടി കിട്ടും അല്ലേ? പിന്നെ ഇവിടെ നിന്നാകുമ്പോൾ ഞാനത് ധൈര്യമായിട്ട് എനിക്ക് വളരെ കോൺഫിഡൻസോട് കൂടി പറയാനും പറ്റും. നമ്മൾ നല്ല വണ്ടികൾ മാത്രമേ ചെയ്യുള്ളൂ. കസ്റ്റമർ ഇപ്പൊ ബോണറ്റ് മാറിയത് ഉള്ളത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ അല്ലേ? മേജർ അല്ലാത്ത കാരണം നമ്മൾ എടുത്തത് അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ല മോഡൽ കൂടിയ ഒരു ഡിസയർ കൂടി കാണിച്ചു തരാം കേട്ടോ. ഡിസയർ പെട്രോൾ അല്ലേ? ഇത് പെട്രോൾ 2022 മോഡൽ ഹൈബ്രിഡ്. അതായത് എക്സാക്ട് ഡെലിവറി 1/2/2022 ഹൈബ്രിഡ് വരുന്നുണ്ട്. കുറച്ച് മൈലേജ് കൂടും. മൈലേജ് ഉണ്ടാവും. ഒരു 18 കിട്ടുമോ? ഏകദേശം കിട്ടും. ഓക്കെ. പിന്നെ VXi അല്ലേ പറഞ്ഞത്? VXi. അതേപോലെ തന്നെ അലോയ് വീല് വരുന്നതാണ്. ZXi ആണ്. ZXi. ഓക്കെ. ബട്ടൺ സ്റ്റാർട്ട് ഇല്ലല്ലോ? ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ZXi ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഇന്റീരിയർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മോശമൊന്നുമില്ല. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ക്ലീൻ വണ്ടി അല്ലേ? ഓട്ടം എത്ര പറഞ്ഞേ? ഓട്ടം 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണറാണ്. അപകടങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് ഉണ്ടാവില്ല, തട്ടുമുട്ടില്ല, റീപ്ലേസ് ഇല്ല എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ എഗ്രിമെന്റ് എഴുതി തരും. അത്രയും ധൈര്യത്തിൽ അല്ലേ? ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ. 22 വണ്ടിയാണ്. 11 ലക്ഷം രൂപ വരുന്ന വണ്ടി കേട്ടോ. വില ഉണ്ടല്ലേ? അപ്പോഴും നിങ്ങൾക്ക് ഒരു 4 ലക്ഷം രൂപ ഡിപ്രിസിയേഷൻ ഉണ്ട്. ഫുൾ ലോണും കയറും. കിട്ടും. ഒരു പോലും മുടക്കണ്ട. 7 ലക്ഷം രൂപ ലോണും കിട്ടും. പ്രൊഫൈൽ പക്കയാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് പ്രൊഫൈൽ ഇല്ലാണ്ട് വന്നിട്ട് ലോൺ തരാന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അലമ്പുണ്ടാക്കരുത് അല്ലേ? പ്രൊഫൈൽ വേണം. ഒരു 750 മേലെ സിബിൽ സ്കോർ ഒക്കെ വേണ്ടി വരും. അതെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി വേണം, സാലറി വേണം, എല്ലാം വേണം അല്ലേ? വലിയ വണ്ടികളൊക്കെ എടുക്കുമ്പോൾ അത് വേണ്ടി. അതെ. അപ്പൊ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. നല്ല സ്കേറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല രസമുള്ള സ്കേറ്റിംഗ് ഫുൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ബാക്ക് വരെ ചെയ്തിട്ടുണ്ട്. സൈഡും ബാക്കും ഒക്കെ ഉണ്ട്. ഇത് ഏതാ മോഡൽ? 2022 ആണ്. എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 18/4/2022 ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് അല്ലല്ലോ? ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. അപ്പൊ 4 ടയർ പുതിയത് ചെയ്തിട്ടുണ്ട്. 22 ആയതുകൊണ്ട് പെട്രോൾ ആണ്. VXi അല്ലേ? അലോയ് വീല് ഇല്ല, പക്ഷെ 4 ടയർ പുതിയതുണ്ട്. പക്ഷേ ഈ സ്കേർട്ടിംഗ് ഒക്കെ ചെയ്ത് അലോയ് വീൽ ഇടാതെ മണ്ടത്തരായി പോയില്ലേ? അലോയ് വീലും കൂടി വന്ന വണ്ടി അടിപൊളിയായിട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ അതിൻ്റെ ഇന്റീരിയർ ഒക്കെ എന്നാ ലുക്കാന്നറിയോ? അതായത് നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല അല്ലേ? ഇത് ഓട്ടം പറഞ്ഞില്ലല്ലോ? ഓട്ടം 32,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്ററിൽ ഒരുപാട് വണ്ടികൾ ഇപ്രാവശ്യം ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മിക്കവാറും എല്ലാം സിംഗിൾ ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ അല്ലേ മാക്സിമം ഉണ്ടാവുള്ളൂ? ഓക്കെ.
അപ്പോൾ അതും പേടിക്കണ്ട കേട്ടോ, ലോണും കാര്യങ്ങളൊക്കെ കിട്ടി. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 6,85,000 രൂപ കൊടുക്കാം. 6,85,000 ഏകദേശം 6 ലക്ഷം രൂപ ലോണും കിട്ടും അല്ലേ? പിന്നെ വേറൊരു കാര്യം 22 വണ്ടിയല്ലേ, 22 വണ്ടി പുതിയ മോഡലാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മാക്സിമം കിട്ടും. പ്രൈസുകൾ നെഗോഷ്യബിൾ അല്ല, ഫൈനൽ പ്രൈസ് ആണ്. ഒരു 30,000 രൂപ കൊണ്ടുവന്നാൽ കൊണ്ടുപോകാം, ഏകദേശം ഇറക്കാം. പിന്നെ ആ മാരുതി ഇവിടെയുള്ള കുറേ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരു 2-3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട്, അത് നിങ്ങൾ കയറി കണ്ടോ. കുറേ ലോ ബഡ്ജറ്റ് ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ, അങ്ങനെ വരും. അതും കൂടി പറയണമല്ലോ അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രോസ് യൂസ് കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു ബലേനോ ഏതൊക്കെ? ബലേനോ 2018 മോഡൽ ആൽഫ CVT ഓട്ടോമാറ്റിക്. CVT ഓട്ടോമാറ്റിക് ആണ്. ഇത് നിങ്ങളൊരു 12 മുതൽ 15 വരെ മൈലേജ് പ്രതീക്ഷ മതി, ഏകദേശം അത്രേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാം, നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു കിടിലം വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, ഒരു വെറൈറ്റി കളറുമാണ് അല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. കളർ ഒരു ബോർ കളറല്ല, നല്ല ക്ലീൻ ആണ്, പോളിഷ് ചെയ്ത് ഇങ്ങനെ തിളങ്ങിക്കോളും. കീലസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ സാധനവും വരും അല്ലേ. അതെ. പിന്നെ എത്ര ഓടിയിട്ടുണ്ട് ഇത്? 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജനുവിനായിരിക്കോ? അതൊക്കെ ഫുള്ള് 50,000 സർവീസിങ് അടുത്തത് ചെയ്യാം, ചെയ്ത് കൊടുക്കോ? 3000 കിലോമീറ്ററിൽ അത് ചെയ്യണ്ടേ, കാർട്ട് ചെയ്യട്ടെ, എന്തെങ്കിലും കുറച്ച് കൊടുക്കാം അല്ലേ. നമുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു 5,000 ഉള്ളില് നമുക്ക് 10 രൂപ തന്നെ കുറച്ച് കൊടുക്കാം. 10 രൂപ കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇത് ശരിക്കും സീറ്റ് കവറൊക്കെ മാറ്റി ചെയ്താണ്, എല്ലാ പരിപാടിയും തീർത്ത് വെച്ച ക്ലീൻ വണ്ടിയാണ്. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ. ഇവിടെ 7,500,000 പറഞ്ഞത്, നമുക്ക് ലാസ്റ്റ് 7 ലക്ഷം രൂപ കൊടുക്കാം. ഒരു 6,50,000 രൂപ ലോണും കൊടുക്കാം. 50,000 രൂപ കൊണ്ട് വന്നാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇതിൻ്റെയൊക്കെ ഓടിക്കാനും കൊണ്ടു നടക്കാനും കിടിലം വണ്ടിയാണ്. മൈലേജ് ഇച്ചിരി കുറവാണെന്നുള്ളത് വെച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല അല്ലേ. നല്ല മൈലേജും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ആൾക്കാർ വിൽക്കൂല പിന്നെ. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. ബലേനോ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി 7 ലക്ഷം രൂപയ്ക്ക് 50,000 രൂപ കൊണ്ട് വന്നാൽ ഇത് ഇറക്കി കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്തേക്കാലേക്കാ. ഓക്കെ, മാക്സിമം വൈകുന്നേരങ്ങളിൽ വന്നാൽ നല്ല രസമാണ് ഇവിടെ. അതെ, കോളേജൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇവിടുത്തെ പുതിയൊരു സ്റ്റോക്ക് വരുമ്പോൾ വീണ്ടും വരും. അപ്പോൾ അതുവരെ കാണുന്നവരെ എല്ലാവർക്കും